പ്രൈസ് ഗോഡ്. ഏക സത്യ നിത്യദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം അറിഞ്ഞു. വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ ആ യേശുവിനെ സേവിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നാം അനുഗ്രഹിക്കപ്പെടും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-22 വചനങ്ങൾ വായിക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തെ അറിഞ്ഞിരിക്കെ ആ കർത്താവിനെ എങ്ങനെ സേവിക്കണം, എങ്ങനെ ആരാധിക്കണം എന്നൊക്കെ നാം അറിഞ്ഞിരിക്കെ ആ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു നാം ദൈവത്തെ മഹത്വീകരിക്കണം. ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. 2, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന നന്മകൾക്കും ഉപകാരങ്ങൾക്കും ഒത്തവണ്ണം നന്ദിയുള്ളവരായി നാം സേവിക്കണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ ആ കർത്താവ് നമ്മെ നോക്കുമ്പോൾ നാം നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുന്നതല്ലാതെ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കുകയോ ചെയ്യാതെ നാം പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു ഇനിയും നന്മകൾ, അനുഗ്രഹങ്ങൾ, സൗഖ്യങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി. അങ്ങനെയല്ല, നാം ആത്മാർത്ഥതയോടെ ആ കർത്താവിനെ ദൈവമെന്നോർത്ത് ആ ദൈവഭയത്തോടും ഭക്തിയോടും ദൈവസ്നേഹത്തോടും കൂടെ നാം സേവിക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. നന്ദിയുള്ളവരായി ഇരിപ്പിരുന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യരോടും ദൈവത്തോടും നാം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു, ആമേൻ, സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് റോമയിലെ വിശ്വാസികൾക്കായി ലേഖനം എഴുതുന്നത്. അവർ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുക, നന്ദി കാണിക്കുക ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ ആശ്രയിക്കുന്നു. ഈ ലോകപരമായ കാര്യങ്ങളും കൂടെ ചിന്തിച്ചിട്ട് ഞങ്ങൾ ആരാധിക്കുന്ന രീതി, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതി ഇത് തന്നെയാണ് ശരി എന്നവർ നിരൂപിക്കുമ്പോൾ അവരുടെ ഹൃദയം, ആമേൻ, സ്തോത്രം, ഇരുണ്ടു പോകുന്നു. ഇരുണ്ട ഒരു ഹൃദയമായി തീരുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടു പോകുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു. അപ്പോൾ ആരാണ് വിവേകമുള്ളവർ? ആമേൻ, ദൈവത്തെ യഥാർത്ഥമായി ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുന്നവർ. അടുത്ത് നാം വായിക്കുന്നു, അവർ, ആമേൻ, സ്തോത്രം, ഭോഷരായി തീരുന്നു. ജ്ഞാനികളെന്ന് പറയുന്നു, പക്ഷേ ഭോഷരായിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, യഥാർത്ഥ ജ്ഞാനമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഭക്തിയാണ്, ദൈവത്തോടുള്ള ഭയമാണ്, ദൈവത്തോടുള്ള സ്നേഹമാണ്. അതില്ലാതെ ഈ ഭൂമിയിലെ ജ്ഞാനത്താൽ നാം നിറയപ്പെട്ടാൽ നാം ദൈവത്തിൻ്റെ മുൻപാകെ നാം ഭോഷന്മാരായിത്തീരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ലോകത്തിൻ്റെ സ്നേഹമൊക്കെ മാറിപ്പോകും. പക്ഷേ എന്ത് തന്നെ പ്രതിസന്ധികൾ, വേദനകൾ വന്നാലും ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒട്ടും അകന്നു പോകാതെ നന്ദിയുള്ളവരായി എപ്പോഴും നമുക്ക് ആ കർത്താവിനെ സേവിക്കാം. മനുഷ്യർക്കാർക്കും ചെയ്യുവാൻ കഴിയാത്ത അത്ഭുതങ്ങളെ, വീര്യപ്രവർത്തികളെ ആ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തില്ലേ? ആ കർത്താവിനെ നമുക്ക് മഹത്വീകരിച്ചുകൂടായോ? ആ കർത്താവിനോട് നമുക്ക് നന്ദി കാണിച്ചുകൂടായോ? ദൈവമെന്നോർത്ത് ഈ നാളുകളിൽ നമുക്ക് കർത്താവിനെ സേവിക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിലും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ വീണ്ടും സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും കർത്താവെ, സ്തോത്രം, ചില വിടുതലുകൾ പ്രാപിക്കുവാൻ വേണ്ടി അല്ലല്ലോ കർത്താവെ, അങ്ങേ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുവാനും അങ്ങയോട് നന്ദി കാണിക്കുവാനും അങ്ങയോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കുവാനും ഈ വചനപ്രകാരം ഞങ്ങളെ താഴ്ത്തുന്ന സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്ലെസ്സഡ് സാറ്റർഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.